വാഗമൺ പുള്ളിക്കാനത്ത് കോളേജ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന് കാരണം പ്രദേശത്തുണ്ടായ കനത്ത മൂടൽമഞ്ഞാണെന്ന് നിഗമനം. റോഡിലെ വളവിൽ നിയന്ത്രണം നഷ്ടമായ ബസ് 15 അടി താഴ്ചയിലേക്കാണ് പതിച്ചത്. അപകടത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചെന്നൈയിലെ ഡാനിഷ് അഹമ്മദ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വാഗമൺ പുള്ളിക്കാനം DC എഞ്ചിനീയറിംഗ് കോളേജ് എത്തിയ വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. DC കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണിത്. ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെ 42 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ വാഗമണിലെത്തി സന്ദർശനം നടത്തി തിരികെ കോളേജിലേക്ക് മടങ്ങുന്ന സമയത്താണ് പുള്ളിക്കാനം DC കോളേജിന് മുകൾ വശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്ത് വലിയ വളവുകളും ഇറക്കവുമാണ്. അപകടം നടക്കുന്ന സമയത്ത് മേഖലയിൽ കനത്ത മൂടൽമഞ്ഞാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ശക്തമായ മഴയും പെയ്തിരുന്നു. അപകട കാരണം മൂടൽമഞ്ഞാണെന്നാണ് നിഗമനം. പരിക്കേറ്റവരെല്ലാം മൂലമറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവറെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബസിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഡ്രൈവർ. സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഏകദേശം 50 അടി താഴ്ചയിലുള്ള കുഴിയാണുള്ളത്. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലും റോഡിന്റെ സംരക്ഷണത്തിലും ഇടിച്ച ശേഷം താഴേക്ക് പതിച്ച് 15 അടി താഴ്ചയിൽ മരങ്ങളിലും മറ്റുമായി തട്ടി നിന്നു. ഇതുമൂലം വലിയ അപകടമാണ് ഒഴിവായത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.